ജീവനക്കാരെ പിരിച്ചുവിട്ട തീരുമാനം പിൻവലിക്കണമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് യൂണിയൻ. റീജിയണൽ ലേബർ കമ്മീഷണർ വിളിച്ച യോഗം പുരോഗമിക്കുകയാണ്. ജീവനക്കാർ എത്രയും വേഗം ജോലിക്കെത്തണമെന്നും സർവീസുകൾ സാധാരണ നിലയിലാക്കണമെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ജിൽബി ചേരുകയാണ്. ജിൽബി, ഇന്നും കടുത്ത പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. 85 സർവീസുകൾ റദ്ദാക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ജീവനക്കാരെ പിരിച്ചുവിട്ട് മുഖം രക്ഷിക്കാനാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ശ്രമം. അതേസമയം ഈ ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് യൂണിയൻ. വിവരങ്ങൾ നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എയർ ഇന്ത്യ എക്സ്പ്രസിലെ സമരം മൂലം വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ് യാത്രക്കാർ നേരിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇത്തരത്തിൽ വ്യാപകമായിട്ട് യാത്രക്കാരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധമുണ്ടാകുന്നു. അതുപോലെ തന്നെ എയർ ഇന്ത്യ മാനേജ്മെന്റ് വലിയ രീതിയിൽ പ്രതിസന്ധിയിലാകുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് ലേബർ കമ്മീഷൻ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെയും അതുപോലെ തന്നെ എയർ ഇന്ത്യ അധികൃതരുടെയും ജീവനക്കാരുടെയും ഒരു യോഗം വിളിച്ചു ചേർത്തത്. എന്തായാലും ഇപ്പോൾ യോഗം പുരോഗമിക്കുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതിൽ ഈ യോഗത്തിൽ ഉന്നയിച്ച കാര്യങ്ങളാണ്, അതായത് പുറത്താക്കിയ ജീവനക്കാരെ മുഴുവൻ തിരിച്ചെടുക്കണമെന്ന ആവശ്യമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് യൂണിയൻ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിരിക്കുന്നത് ജീവനക്കാർ എത്രയും വേഗം ജോലിക്കെത്തണമെന്നും സർവീസുകൾ സാധാരണ നിലയിലാക്കണമെന്നുമുള്ള ആവശ്യമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് മുമ്പോട്ട് വെക്കുന്നത്. പക്ഷെ അപ്പോഴും ഈ ജീവനക്കാരുടെ പരാതികൾ സംബന്ധിച്ച് അതിലെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അത് പരിഗണിക്കാനോ എയർ ഇന്ത്യ ഇതുവരെയായിട്ടും തയ്യാറായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അവർ നൽകുന്ന വിശദീകരണം അല്ലെങ്കിൽ എയർ ഇന്ത്യ നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് യാത്രക്കാർക്കുണ്ടായ അസൗകര്യം അല്ലെങ്കിൽ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നിലവിൽ 292 സർവീസുകൾ തുടരുന്നുണ്ട് എന്നും 3 മണിക്കൂറിൽ കൂടുതൽ വിമാനം വൈകിയാൽ മുഴുവൻ തുകയും തിരിച്ചു തരുമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് അവർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ ജീവനക്കാർ ഇത്തരത്തിൽ സമരവുമായി മുമ്പോട്ട് പോയാൽ കൂടുതൽ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാനുള്ള സാധ്യതയും നിലവിൽ നിൽക്കുകയാണ്. എന്തായാലും എയർ ഇന്ത്യ അവർക്കുണ്ടായ അല്ലെങ്കിൽ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെയുള്ള ഈ സമരത്തിൽ എന്തെങ്കിലും പരിഹാരം കണ്ടെത്താൻ അവർ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു അനുരഞ്ജനത്തിന് ശ്രമിക്കാതെ ജീവനക്കാർക്കെതിരെ കടുത്ത നടപടിയുമായിട്ട് മുമ്പോട്ട് പോകുന്നതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ജിൽബിയാണ് സമഗ്ര വിവരങ്ങൾ പങ്കുവച്ചത്.